നിങ്ങൾ പണം കൊടുത്ത സ്ത്രീ നിങ്ങളുടെ കാറിൽ കയറിയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അതെൻ്റെ നിഴലാണ്. നിഴലാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നത് AI ആണെന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഒരു പ്രധാനപ്പെട്ട സംഘീയ നിരീക്ഷകൻ അതിനെ കളിയായിക്കൊണ്ടൊരു ട്രോൾ ഇട്ടിട്ടുണ്ട്. നിഴലായി ഒഴുകി വരുന്നു യാമങ്ങൾ തുറന്നു പറഞ്ഞ മറ്റേ യക്ഷിപ്പാട്ടുണ്ടല്ലോ. സാധാരണ ആളുകളുടെ നിഴൽ, ശോഭ ചേച്ചിയുടെ നിഴൽ. അതായത് സംഘപരിവാറിനകത്ത ആൾക്കാർക്ക് പോലും തമാശയായി മാറി ശോഭാ സുരേന്ദ്രൻ്റെ ആ വിശദീകരണം എന്നുള്ളതാണ്. അതോടുകൂടി കോൺഫിഡൻസ് ആണ് ശോഭാ സുരേന്ദ്രൻ്റെ കോൺഫിഡൻസ് ആണ്. അത് ഭയങ്കര രസമുള്ള സംഭവമാണ്. നിങ്ങൾക്ക് അറിയാനായിട്ടാണ് ഇതിലും രൂക്ഷമായ ഭാഷയിൽ ഇതിലും വലിയ വെല്ലുവിളികളോട് നടത്തിയിട്ടുള്ളതാണ് നമുക്കറിയാം. ആലപ്പുഴ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ, അപ്പോൾ നടത്തിയ വെല്ലുവിളികൾ, ഒരു ന്യൂസ് ചാനലിനെതിരെ നടത്തിയ വെല്ലുവിളികൾ, കൂട്ടിക്കെന്ന് പറഞ്ഞാൽ അറിയിപ്പോന്നാണ്. അങ്ങനെ പല പല വെല്ലുവിളികളുണ്ട്. അതൊക്കെ തമാശയായി മാറുകയാണ് പിന്നെ ചെയ്തത്. ഇവിടെ ശോഭ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ശോഭ സ്വന്തം കുഴി മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ കുഴി കൂടി കുത്തുകയാണ് ചെയ്തത്. കാരണം രാജീവിന് ഒരു പ്ലാൻ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ എന്താ ഡീല് മറ്റാരോപണം വന്നാൽ പോലും വിന്നബിലിറ്റിയുള്ള സീറ്റുകളിൽ 1-2 ജയിക്കാൻ പറ്റിയ ഒരു പ്ലാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം. അതിൽ ഒന്ന് സ്വയം നശിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് കൂടി ബാധിക്കും. ഇന്ന് നമ്മൾ കാണുന്ന ഈ ബൂത്തുകളിലെ ക്യൂ ഉണ്ടല്ലോ, ആ ക്യൂ എന്ന് പറയുന്നത് ഒരു തരംഗമാണെങ്കിൽ ആ തരംഗത്തിന് ആനുകൂല്യം BJPക്കും കിട്ടേണ്ടതാണ്. ഒരു ഭരണവിരുദ്ധ വികാരമാണ് ആ തരംഗമെങ്കിൽ അതിനൊരു ആനുകൂല്യം BJPക്കും കിട്ടേണ്ടതാണ്. അതുപോലും കളഞ്ഞു കുളിക്കുകയാണ് അതിലൂടെ ചെയ്തത്. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കുറി രാജീവ് ചന്ദ്രശേഖറിന് പോലും രക്ഷിക്കാനാവാത്തൊരു പാർട്ടിയായി, ഒരു മുന്നണിയായി NDA മാറുന്നു എന്നതാണ് ഒന്നാമത്തെ ഘടകം. 2, NDA 2020 പോലുള്ള പാർട്ടികളെ കൊണ്ടുവന്നതിനെതിരെ അതിശക്തമായ വിമർശനം പാർട്ടി അതിനകത്തുണ്ട്. NDA മുന്നണിക്കകത്തുണ്ട്, BJPക്കകത്തുണ്ട്. കാരണം അത് എന്ത് കാര്യത്തിനാണ് എന്നാണ് ഒന്ന് ചോദ്യം. 2, അവർ പ്ലേസ് ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥികൾ നോക്കുക. ഒരു തെരഞ്ഞെടുപ്പിനെ മോക്ക് ചെയ്യുന്ന രീതിയിലാണ്. ഞാൻ ആ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയല്ല, ഒരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സിനെ തന്നെ മോക്ക് ചെയ്യുന്ന രീതിയിലാണ് സ്ഥാനാർത്ഥികൾ പെരുമാറുന്നത്. അഞ്ജലി നായർ നല്ല നല്ല സീറ്റുകളാണ്, തൃപ്പൂണിത്തുറ, കോന്നിയൊക്കെ. അവർ നല്ല നടിയൊക്കെയാണ്. ഇപ്പോൾ ദൃശ്യത്തിലൊക്കെ അവരുടെ റോളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെങ്ങനെയാണ് വോട്ടർമാരുടെ ഇടപെടുന്നത്? എങ്ങനെയാണ്? ചക്കയും താമരയും ഒരുപോലെയാണ്. ചക്ക പൊളിച്ചു വെച്ചാൽ താമര ഇതൾ പോലെയല്ലേ എന്നൊക്കെയാണ് അവർ ചിഹ്നം ചക്കയാണ്. അപ്പോൾ ഈ താമര ചിഹ്നം കിട്ടാത്തതിൽ വിഷമമുണ്ടെന്ന് വിശദീകരിക്കുകയാണ്. ചക്കയും താമരയും ഒരുപോലെയല്ലേ, ചക്ക ഇങ്ങനെ പൊളിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് താമര ഇതൾ പോലെയല്ലേ എന്നൊക്കെയാണ്. ഇത് വളരെ നെയ്വായിട്ട് കുറേ സ്ത്രീകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അവർ വാഹനത്തിൽ നിന്ന്, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുമോ, വോട്ട് ചെയ്യുന്നവരെന്ന് കൈവയ്ക്കുക, ആരും കൈവയ്ക്കുന്നില്ല. അപ്പോൾ അവരുടെ ആ പാർട്ടിയുടെ ആ മുന്നണിയെ തന്നെ അപഹാസ്യരാക്കും വിധം അവരുടെ സ്ഥാനാർത്ഥി വോട്ടേഴ്സ് ലിസ്റ്റ് പേരില്ലാതെ പോയല്ലോ. പിന്നെ ബിഗ് ബോസിലൊക്കെ അഭിനയിക്കുന്ന ഒരുത്തുണ്ടല്ലോ, അഖിൽമാരാർ. ലക്ഷ്മിപ്രിയ ഇതേപോലെ അയാൾ എന്തൊക്കെയാണ് അവിടെ തൃക്കാക്കര ചെയ്തു കൂട്ടുന്നത്.